നമ്മളിനി കാണാൻ പോകുന്നത് ലിമിറ്റിൻ്റെ പ്രോബ്ലംസ് തന്നെയാണ്, പക്ഷേ ഫാക്ടറൈസേഷൻ യൂസ് ചെയ്യുന്നുണ്ട് ഇതിൽ. ഓക്കെ, ഫാക്ടറൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു 10 എന്നുള്ളൊരു നമ്പറിനെ നമ്മളെങ്ങനെ ഫാക്ടറൈസ് ചെയ്യുക, ഫാക്ടറാക്കി എഴുതുക. ഇപ്പം നമുക്ക് 10നെ 2 × 5 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെയാണ് x² - 4 എന്നുള്ള പോളിനോമിയലിനെ ഫാക്ടറായിട്ട് എഴുതാൻ പറ്റും. x + 2 × x - 2 എന്നാണ് ആ ഫാക്ടർ. ഇതെവിടെ നിന്നാണ് വന്നതെന്ന് പറയട്ടെ. a² - b² എന്നുള്ള പോളിനോമിയൽ എന്തിൻ്റെയാണ്? a + b × a - b എന്നല്ലേ നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത് a² - b²ന്. a + b × a - b. അതുപോലെ തന്നെ നമുക്ക് x² - 4 എന്ന് പറഞ്ഞാൽ x² - 2² എന്നാണ്. അതുകൊണ്ട് തന്നെ x² - 2²നെ x + 2 × x - 2 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ലിമിറ്റിൻ്റെ പ്രോബ്ലമിൽ ഇതുപോലെ x² - 4നെ ഫാക്ടറൈസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരും. മറ്റൊരു എക്സാമ്പിൾ ആണെങ്കിൽ x² - 16. ഇതിനെ എങ്ങനെ എഴുതാം? x + 4 × x - 4. കാരണം 16 എന്ന് പറഞ്ഞാൽ 4² ആണ്. x² - 4² ഞാൻ x + 4 × x - 4 എന്നെഴുതി. ഓക്കെ, ഇനി ഇതുപോലത്തെ അല്ലാത്ത മറ്റൊരു എക്സാമ്പിളുകൾ കാണിക്കാം. എക്സാമ്പിൾ കൂടെ x² - 9നെ x² - 3² എന്ന് എഴുതാമല്ലോ. അതായത് x + 3 × x - 3. x² - 3നെ 2 ഫാക്ടറുകളായിട്ടാണ് എഴുതിയേക്കണം. ഒന്നാമത്തെ ഫാക്ടർ x + 3, x - 3 എന്നുള്ളത് രണ്ടാമത്തെ ഫാക്ടർ. ഇനി ഇതുപോലത്തെ ഒരു എക്സാമ്പിൾ x² + 5x + 6. ഈ പോളിനോമിയലിനെ നമ്മൾ എങ്ങനെ ഫാക്ടറൈസ് ചെയ്യും? ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് x + a × x + b എന്നല്ലേ. അതായത് എയും ബിയും നമ്മളിനി കണ്ടുപിടിക്കണം. x² + 5x + 6നെ x + a × x + b എന്ന് എഴുതാം. എയും ബിയും കണ്ടുപിടിച്ചാൽ 2 ഫാക്ടറായി. എയും നമുക്കറിയില്ല, ബിയും നമുക്ക് അറിയില്ല. കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്, എയും ബിയും കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്, ഈ 5 കണ്ടോ, എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ്. 6 എന്ന് പറയുന്നത് ഇവിടുത്തെ കോൺസ്റ്റൻ്റ് ആയിട്ട് വരും. എയും ബിയും ആഡ് ചെയ്താൽ 5 കിട്ടും. എയും ബിയും മൾട്ടിപ്ലൈ ചെയ്താൽ 6 കിട്ടും. ഇങ്ങനത്തെ 2 എയും ബിയും കണ്ടുപിടിക്കാം. a × b 6 അല്ല കിട്ടുന്നത്. എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്? a = 2 ആവാം, b = 3 ആവാം. ഇതൊരു പോസിബിലിറ്റിയാണ്. a = 1 ആവാം, b = 6 ആവാം. നെഗറ്റീവും ആകാമല്ലോ. a = -1, a = -2, b = -3. -2 × -3 6 ആണ്. a = -1, b = -6. ഇതും ഒരു പോസിബിലിറ്റിയാണ്. -1 × -6 6 ആണ്. പക്ഷേ ഇത് മൾട്ടിപ്ലൈ ചെയ്തുമ്പോൾ 6 കിട്ടിയാൽ മാത്രം പോരാ. ഇത് ആഡ് ചെയ്യുമ്പോൾ 5 കൂടെ കിട്ടണം. ഒന്നാമത്തെ പോസിബിലിറ്റി 2ഉം 3യും കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 5 കിട്ടി. അപ്പോൾ ഇത് തന്നെയാണ് അതിൻ്റെ ആൻസർ. 1ഉം 6ഉം ആഡ് ചെയ്താൽ നമുക്ക് 7 അല്ലേ കിട്ടുന്നത്, 5 അല്ലല്ലോ. -2 + -3 ചെയ്താൽ -5 ആണ്. -1 + -6 ചെയ്താൽ -7 ആണ്. അപ്പോൾ ഇതൊന്നുമല്ല പോസിബിലിറ്റി. ഒന്നാമത്തെ പോസിബിലിറ്റിയാണ് ആൻസർ. a = 2, b = 3. ഇങ്ങനത്തെ എയും ബിയും കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാറ്റി എഴുതാം. അതായത് നമുക്ക് ഇവിടുത്തെ എക്ക് പകരം എന്തെഴുതാം? a = 2 ആണ്, b = 3 ആണെന്നല്ലേ പറഞ്ഞത്. ഇവിടുത്തെ എക്ക് പകരം 2 എഴുതാം, ബിക്ക് പകരം 3 എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് x² + 5x + 6 എന്ന് ക്വസ്റ്റ്യനിൽ തന്നാൽ അതിനെ 2 ഫാക്ടറായിട്ട് എഴുതുന്നത് എങ്ങനെയാണ്? x + 2 × x + 3. മറ്റൊരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ x² - 3x + 2 ആണ് ആൻസർ എന്നാണ് ക്വസ്റ്റ്യൻ. അതിനെ എങ്ങനെ ഫാക്ടറാക്കാം? x + a × x + b ആണ് എഴുതുമ്പോൾ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് a എന്താണ്, b എന്താണ് എന്നാണ്.
എയും ബിയും ആഡ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്? -3 ആണ് കിട്ടുന്നത്. മൈനസ് കൂടെ ചേർത്തെടുക്കണം. a ഇൻറ്റു ബി -3, സോറി a പ്ലസ് ബി -3, a ഇൻറ്റു ബി കിട്ടേണ്ടത് 2 ആണ്. അപ്പോൾ 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാനുള്ള പോസിബിലിറ്റി എന്താണ്? a ഈക്വൽസ് 1, b ഈക്വൽസ് 2, a ഈക്വൽസ് -1, b ഈക്വൽസ് -2. ഈ രണ്ട് പോസിബിലിറ്റിയാണ് ഉള്ളത്. a 1 ഇൻറ്റു 2 2 ആണ്, -1 ഇൻറ്റു -2 2 ആണ്. ഇനി ആഡ് ചെയ്ത് നോക്കാം. a പ്ലസ് 2, അതായത് 1 പ്ലസ് 2 നമുക്ക് 3 ആണ് കിട്ടണത്. അതല്ല, 1 പ്ലസ് 2 നമുക്ക് 3 അല്ലേ കിട്ടുന്നത്. അപ്പോൾ ഒന്നാമത്തെ പോസിബിലിറ്റി അല്ല, നമുക്ക് a പ്ലസ് ബി -3 ആണ് കിട്ടേണ്ടത്. അപ്പോൾ -1 പ്ലസ് -2, അതിൻ്റെ ആൻസർ -3 ആണ്. ഓക്കെ, സോ നമുക്ക് ആൻസർ കിട്ടി. രണ്ടാമത്തെ പോസിബിലിറ്റിയാണ് a ഈക്വൽസ് -1, b ഈക്വൽസ് -2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. അതായത് എക്സ് പ്ലസ് എക്ക് പകരം -1, ബിക്ക് പകരം -2. അപ്പോൾ നമുക്ക് x² -3x + 2 ഫാക്ടറൈസ് ചെയ്യാം. എക്സ് പ്ലസ് -1 വരും, അതായത് എക്സ് പ്ലസ് -1 ഇൻറ്റു എക്സ് പ്ലസ് -2, അതായത് എക്സ് -1 ഇൻറ്റു എക്സ് -2 അല്ലേ. അപ്പോൾ ഇതുപോലെയാണ് ഫാക്ടറൈസ് ചെയ്യുക. ഒരു എക്സാമ്പിളോടെ കാണിക്കാം. x² പ്ലസ് 6x -7. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി എന്ന് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. കണ്ടുപിടിക്കേണ്ടത് എയും ബിയും ആണ്. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്ന എയും ബിയും ആണ് നമുക്ക് കണ്ടുപിടിക്കുക. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 6 ആണ്. എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ -7 ആണ്. ഒന്നാമത്തെ പോസിബിലിറ്റി -7 കിട്ടാനുള്ള പോസിബിലിറ്റി a ഈക്വൽസ് 1, b ഈക്വൽസ് -7. ഇതൊരു രണ്ട് നമ്പറിൻ്റെ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആയാൽ അതിൽ ഒരെണ്ണമേ നെഗറ്റീവ് ആവാൻ പറ്റുള്ളൂ. രണ്ടും കൂടെ നെഗറ്റീവ് ആയാൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. രണ്ടാമത്തെ പോസിബിലിറ്റി a ഈക്വൽസ് -1, b ഈക്വൽസ് 7 ആണ്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു -7 -7, -1 ഇൻറ്റു 7 -7. ഇതിലേത് പോസിബിലിറ്റിയാണ് കറക്റ്റ് എന്ന് നോക്കാം. 1 പ്ലസ് -7, വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ ഇടുമ്പോൾ നമുക്ക് -6 ആണ് കിട്ടുന്നത്. അപ്പോൾ ഒന്നാമത്തെ പോസിബിലിറ്റി തെറ്റാണ്. നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 6 ആണ് കിട്ടേണ്ടത്. -1 പ്ലസ് 7, വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ ഇടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6 ആണ്. അപ്പോൾ സെക്കൻഡ് പോസിബിലിറ്റിയാണ് കറക്റ്റ്. അപ്പോൾ നമുക്ക് x² പ്ലസ് 6x -7 പകരം എക്സ് പ്ലസ് എ എന്ന് പറയുന്നത് -1, എക്സ് പ്ലസ് ബി എന്ന് പറയുന്നത് 7. അപ്പോൾ x -1 ഇൻറ്റു എക്സ് പ്ലസ് 7 ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇത് വെച്ചിട്ടുള്ള ലിമിറ്റിൻ്റെ പ്രോബ്ലം കാണാം. ഈ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള മെത്തേഡും ഞാൻ പറഞ്ഞുതരാം. ഇത് ഏത് ഇൻഫിനിറ്റി വരുമ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈ ടൈപ്പ് പ്രോബ്ലം വരാൻ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഞാൻ പ്രോബ്ലം തരാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി x² -4/x -2. ഈ ക്വസ്റ്റ്യൻ ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ചെയ്യാനുള്ള ഒരു ഐഡിയ, ഈ 2 അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യല, ഡയറക്റ്റ് മെത്തേഡ്. അതിവിടെ പറ്റുമോ നോക്കാം. 2² -4/2 -2 ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? 2² 0/0. ഇങ്ങനെ തെറ്റാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 x² -4/x -2. തെറ്റാണ്. 0/0 ഫോം വരാൻ പാടില്ല. അപ്പോൾ ഈ ഫോമിൽ നിന്ന് മാറ്റി നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് ഈ ഫാക്ടറൈസേഷൻ നമുക്ക് തരുന്നത്.
അപ്പോൾ ഇതാണ് ഡയറക്റ്റ് മെത്തേഡ്, പക്ഷെ ഇത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫോർമുലേനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അതായത് ഫാക്ടറൈസേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഫോർമുലേനെ അല്ല, ഫാക്ടറൈസേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ലിമിറ്റ് എക്സ് ടെൻഡ് ടു 2, എക്സ് സ്ക്വയർ മൈനസ് 4 ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ. എക്സ് സ്ക്വയർ മൈനസ് 4 നമ്മൾ എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 4 എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 എന്ന് എഴുതിയില്ലേ. അപ്പോൾ നമുക്കതുപോലെ എഴുതാം എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2. താഴത്തെ എക്സ് മൈനസ് 2 അതുപോലെ എഴുതി. ഈ താഴത്തെ എക്സ് മൈനസ് 2 മുകളിലുള്ള എക്സ് മൈനസ് 2 സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻഡ് ടു 2 എക്സ് പ്ലസ് 2 എന്ന് കിട്ടും. അപ്പോൾ ഇനി ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാം. എക്സിന് 2 കൊടുത്തു, 2 പ്ലസ് 2 ഈക്വൽസ് 4. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ തന്നെ എക്സ് സ്ക്വയർ മൈനസ് 3ക്ക് പകരം ഇതുപോലെയും പ്രോബ്ലം വരാം. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 3 എക്സ് സ്ക്വയർ മൈനസ് 9 ബൈ എക്സ് മൈനസ് 3 എന്ന് വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം എക്സ് സ്ക്വയർ മൈനസ് 9 എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 3 എന്ന് എഴുതി താഴത്തെ എക്സ് മൈനസ് 3 എക്സ് മൈനസ് 3യും കട്ട് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പ്രോബ്ലം ഒന്ന് ചെയ്തിട്ട് ആൻസർ നോക്കാം. ഇനി കുറച്ചുകൂടെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ഈ പ്രോബ്ലം കൊണ്ടുപോകുന്നത് ഇങ്ങനെയാണ്. ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 1 എക്സ് സ്ക്വയർ പ്ലസ് 4x മൈനസ് 5 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2. ഡയറക്റ്റ് ആപ്ലിക്കേഷൻ വരുമ്പോൾ നമുക്ക് മുകളിൽ 0 വരും. നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. 1 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 മൈനസ് 5 ഡിവൈഡഡ് ബൈ 1 സ്ക്വയർ പ്ലസ് 1 മൈനസ് 2. ഇത് 0/0 എന്നാണ് വരിക. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനി ഡിനോമിനേറ്ററിൽ ഒരു പോളിനോമിയലാണ്, ന്യൂമറേറ്ററിലും ഒരു പോളിനോമിയലാണ്. ഈ രണ്ട് പോളിനോമിയലിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യണം. ആദ്യം എടുക്കേണ്ടത് എക്സ് സ്ക്വയർ പ്ലസ് 4x മൈനസ് 5, മറ്റേത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ആണ്. അപ്പോൾ ഇതിനെ രണ്ടിനെയും സെപ്പറേറ്റ്ലി നമ്മൾ ഫാക്ടറൈസ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ആൻസർ എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി എന്ന് ആദ്യത്തതിനെ ഫാക്ടറൈസ് ചെയ്യാമല്ലോ. അപ്പോൾ എയും ബിയും കണ്ടുപിടിക്കണം. എ പ്ലസ് ബി ഈക്വൽസ് 4 ആണ്. എ ഇൻറ്റു ബി ഈക്വൽസ് മൈനസ് 5 ആണ്. പോസിബിലിറ്റീസ് നോക്കാം. എ ഈക്വൽസ് 1, ബി ഈക്വൽസ് മൈനസ് 5 ഒരു പോസിബിലിറ്റിയാണ്. 1 ഇൻറ്റു മൈനസ് 5 മൈനസ് 5 ആണ്. മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ -1 വരണമെങ്കിൽ ഈ മൾട്ടിപ്ലൈ ചെയ്യാൻ എടുക്കുന്ന രണ്ട് നമ്പറിൽ ഒരെണ്ണം മൈനസ് ആയിരിക്കണം. ഓക്കെ, മറ്റു പോസിബിലിറ്റി എ ഈക്വൽസ് -1 ബി ഈക്വൽസ് 5 ആണ്. അപ്പോൾ ഇതിലേതാണെന്ന് നോക്കാം. 1 പ്ലസ് -5 ആദ്യത്തെ പോസിബിലിറ്റി എടുക്കുമ്പോൾ ശരിയാവാൻ നോക്കാം. 1 പ്ലസ് -5 -4 ആണ്. അപ്പോൾ ആദ്യത്തെ പോസിബിലിറ്റി തെറ്റാണ്. പിന്നുള്ളത് -1 പ്ലസ് 5 വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ ഇടുമ്പോൾ 4. അപ്പോൾ നമുക്ക് സെക്കൻഡ് പോസിബിലിറ്റിയാണ് കറക്റ്റായിട്ട് കിട്ടുക. എ ഈക്വൽസ് -1 ബി ഈക്വൽസ് 5. അപ്പോൾ എക്സ് പ്ലസ് എക്ക് പകരം -1 എക്സ് സ്ക്വയർ പ്ലസ് 4x മൈനസ് 5 നമുക്കിങ്ങനെ എഴുതാം. എക്സ് പ്ലസ് -1 ഇൻറ്റു എക്സ് പ്ലസ് 5, അതായത് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 5. ഇനി രണ്ടാമത്തെ ഡിനോമിനേറ്ററായിട്ട് കിടക്കുന്ന പോളിനോമിയലിനെ മാറ്റി എഴുതുമ്പോൾ എക്സ് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി എന്നാണ്. എ പ്ലസ് ബി ഈക്വൽസ് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് 1 അല്ലേ, 1x എന്നല്ലേ, ഈക്വൽസ് 1. എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ -2. ഓക്കെ, അപ്പോൾ പോസിബിലിറ്റീസ് നോക്കാം. -2 ആവാനുള്ള എ ഈക്വൽസ് 1 ബി ഈക്വൽസ് -2. 1 ഇൻറ്റു -2 -2 ആണ്, അതൊരു പോസിബിലിറ്റിയാണ്. സെക്കൻഡ് പോസിബിലിറ്റി എ ഈക്വൽസ് -1 ബി ഈക്വൽസ് 2 എന്നാണ്. -1 ഇൻറ്റു 2 അതും -2 ആണ്. ഇനി ഒന്നാമത്തെ പോസിബിലിറ്റി കറക്റ്റ് ആണോ നോക്കാം. ആഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ആവുന്നുണ്ടോ നോക്കാം. 1 പ്ലസ് -2 അതിൻ്റെ ആൻസർ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ ഇടുമ്പോൾ നമുക്ക് കിട്ടുന്നത് -1 എന്നാണ്. രണ്ടാമത്തത് -1 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 1 ആണ് കിട്ടുക. അപ്പോൾ രണ്ടാമത്തെ പോസിബിലിറ്റിയാണ് കറക്റ്റ്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ്
എക്സ് മൈനസ് ടുവിന് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2, അതായത് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എടുത്തെഴുതാണ്. ലിമിറ്റ് എക്സ് ടെൻഡ് ടു 1 എക്സ് സ്ക്വയർ പ്ലസ് 4x മൈനസ് 5 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2. ഇനി ഫാക്ടറൈസ് ചെയ്തത് എടുത്തെഴുതുക. എക്സ് ടെൻഡ്സ് ടു 1 എക്സ് സ്ക്വയർ പ്ലസ് 4x മൈനസ് 5 എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 5 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്നാണ്. എക്സ് മൈനസ് 1 ക്യാൻസൽ ചെയ്തു. ഇനി ലിമിറ്റ് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 1 എക്സ് പ്ലസ് 5 ബൈ എക്സ് പ്ലസ് 2. എക്സിന് 1 കൊടുക്കുക. നേരത്തെ ആദ്യമേ തന്നെ അത് കൊടുത്ത് ഈ സ്റ്റെപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0/0 ഫോം കിട്ടുന്നത് കൊണ്ടാണ്. പറ്റുന്ന ഫാക്ടറൈസൊക്കെ ക്യാൻസൽ ചെയ്തതിന് ശേഷം ഇത് ഈ ക്യാൻസൽ ചെയ്ത ഫാക്ടറാണ് ആക്ച്വലി ഈ 1 കൊടുക്കുമ്പോൾ 0 ആവാം ഈ ക്വസ്റ്റ്യനിൽ കാരണമാകുന്നത്. അതായത് എക്സ് മൈനസ് 1 1 മൈനസ് 1 കൊടുത്തേ 0 വന്നില്ലേ, താഴെ 1 മൈനസ് 1 കൊടുത്തേ അതും 0 വന്നില്ലേ. ആ എക്സ് മൈനസ് 1 വന്നതാണ് ഫാക്ടറായിട്ട് വന്നതാണ് ഇവിടെ പ്രോബ്ലം. അതുകൊണ്ട് തന്നെ അത് 2 ക്യാൻസൽ ചെയ്താൽ പ്രോബ്ലം ഇല്ല. പിന്നെ നോക്കിയാൽ 1 + 5 / 1 + 2 6/3 = 2. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് ഈസിലി മനസ്സിലാവും. എക്സ് ടെൻഡ്സ് ടു 1 ആണെങ്കിലുണ്ടല്ലോ, 1 ഓഫ് ദ ഒരു ഫാക്ടർ -1 ആയിരിക്കും. ഈ a = -1 b = 5 എന്നുള്ളതിൽ ഒരു നമ്പർ -1 ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. എക്സ് ടെൻഡ്സ് ടു 3 ആണെങ്കിൽ ഈ എയോ ബിയോ എക്സ് -3 ആയിരിക്കും എന്ന് ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു -6 x² + 5x - 6. ഇപ്പോൾ ഡിനോമിനേറ്ററിൽ എന്താണ് -6 + 6 കൊടുത്തു, മുകളിൽ എക്സിന് പകരം x² + 5x 5 × 6 - 6. അങ്ങനെ ചെയ്യുമ്പോൾ 0/0 കിട്ടുക കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. അത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫാക്ടറൈസേഷൻ വഴി തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. താഴത്തെ അതായത് ഡിനോമിനേറ്ററിന് ഫാക്ടറൈസ് ചെയ്യേണ്ട കാര്യമില്ല. അത് ഏറ്റവും ചെറിയ പവറിലാണ് കിടക്കുന്നത്. x + 6 എന്നുള്ള ചെറിയ പവറിലാണ് കിടക്കുന്നത്. അതിന് ഇനി ഫാക്ടറൈസ് ചെയ്ത് ചെറുതാക്കേണ്ട ആവശ്യമില്ല. മുകളിൽ മാത്രം ഫാക്ടറൈസ് ചെയ്താൽ മതി. x² + 5x - 6. എങ്ങനെയാണ് ഫാക്ടറൈസ് ചെയ്യുക? x + a × x + b. എയും ബിയും ഇനി കണ്ടുപിടിക്കണം. എയും അറിയില്ല ബിയും അറിയില്ല. ഉള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ a + b = 5 ആണ്. a × b = -6 ആണ്. അപ്പം a × b -6 കിട്ടാൻ a = 1 b = -6. മറ്റൊരു പോസിബിലിറ്റി a = -1 b = 6. -1 × 6 -6 ആണ്. 1 × -6 -6 ആണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യേണ്ടത്? ആഡ് ചെയ്ത് നോക്കുക. a + b. ആദ്യത്തെ പോസിബിലിറ്റി എടുക്കുക. 1 + -6 അത് -5 ആണ്. അപ്പോൾ ഇത് തെറ്റാണ്. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. നമുക്ക് 5 അല്ലേ വേണ്ടത്? a + b -5 ആണ് വേണ്ടത്. ബട്ട് ഇവിടെ നമുക്ക് വേണ്ടത് a + b = 5 ആണ്. നമുക്ക് കിട്ടിയത് a + b = -5 എന്നാണ് ഒന്നാമത്തെ പോസിബിലിറ്റി എടുത്തപ്പോൾ. മറ്റു പോസിബിലിറ്റിയിൽ a + b = -1 + 6. ഇതിൻ്റെ ആൻസർ 5 ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് a = -1 b = 6 ആണ്. അപ്പോൾ x² + 5x - 6 എന്ന് പറയുമ്പോൾ x + -1 × x + 6, അതായത് x - 1 × x + 6. ഇത് നമ്മൾ എടുത്തെഴുതുക. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എഴുതുക. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു -6 x² + 5x - 6 ഡിവൈഡഡ് ബൈ x + 6 ചെയ്തിട്ട് നമ്മളിങ്ങനെ ചെയ്യണം. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു -6 ഫാക്ടറൈസേഷൻ എടുത്തെഴുതുക. x² + 5x - 6ൻ്റെ ഫാക്ടറൈസേഷൻ x - 1 × x + 6 ഡിവൈഡഡ് ബൈ x + 6 ആണ്. ഇനി x + 6 ക്യാൻസൽ ചെയ്യുക. ബാക്കി ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു -6 x - 1.
ഇനി എക്സിന് പകരം -6 കൊടുക്കുക. -6 - 1 ആൻസർ -7. ഡയറക്റ്റ്ലി ആദ്യമേ തന്നെ എക്സ് കൊടുക്കാതിരുന്നതിൻ്റെ കാര്യം അത് 0/0 ഫോം വരുന്നത് കൊണ്ടാണ്. അങ്ങനെ വരാൻ പാടില്ല. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് x² -5x + 6 / x² + x - 6ൻ്റെ x → 2 ആവുമ്പോഴുള്ള ലിമിറ്റ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇതും 0/0 ഫോമിൽ ഒബ്വിയസ്ലി വരും. നോക്കിയാൽ മതി, ഇതും 0/0 ഫോമിൽ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ഫാക്ടറൈസ് ചെയ്യണം. x² -5x + 6നെ ഫാക്ടറൈസ് ചെയ്യാം ആദ്യം. a + b, ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? x + a × x + b എന്ന് എഴുതണം. എയും ബിയും കണ്ടുപിടിക്കണം. ഫൈൻഡ് a ആൻഡ് b. ഇത് നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ a + b = എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള -5. a × എന്ന് പറയുന്നത് 6 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 6 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാനായുള്ള പോസിബിലിറ്റീസ് a = 1, b = 6, a = -1, b = -6. കാരണം രണ്ട് നെഗറ്റീവ് വന്നാലും ആൻസർ പോസിറ്റീവ് തന്നെയാണ്. a = 2, b = 3 എന്ന് വരും. a = -2, b = -3. ഇനി ഇതിൻ്റെ അകത്ത് ഏത് പോസിബിലിറ്റിയാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം. ആദ്യത്തെ പോസിബിലിറ്റി എടുക്കുന്ന സമയത്ത് a + b എന്ന് പറഞ്ഞാൽ 1 + 6 അത് 7 ആയിട്ട് വരും. അതല്ല, പിന്നെ ഉള്ളത് -1 + -6 -7 ആയിട്ട് വരും. അതുമല്ല, a + b -5 ആണ് കിട്ടേണ്ടത്. പിന്നെ 2 + 3 എന്നുള്ളത് 5 ആയിട്ട് വരും. അടുത്തത് -2 + -3 ആണ് -5 ആയിട്ട് വരും. അപ്പോൾ ഇതും തെറ്റാണ്. ഇതാണ് കറക്റ്റ്. ലാസ്റ്റ് വണ്ണാണ് കറക്റ്റ്. a = -2 ആൻഡ് b = -3. അപ്പോൾ ഫാക്ടറായിട്ട് വരുന്നത് x -2 × x - 3 ആണ്. എക്കും ബിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് x² -5x + 6ന് x - 2 × x - 3 എന്ന് എഴുതാം. അടുത്തതായിട്ട് ഫാക്ടറൈസ് ചെയ്യേണ്ടത് x² + x - 6നെയാണ്. ഓക്കെ, ഇതിനെയും അതുപോലെ തന്നെ എഴുതുമ്പോൾ എഴുതേണ്ടത് x + a × x + b എന്നാണ് നമുക്ക് ആൻസർ വേണ്ടത്. a + b 1 ആണ്, a × b -6 ആണ്. ഓക്കെ, a + b 1 വേണം, a × b -6 വേണം. a × b -6 കിട്ടാനുള്ള പോസിബിലിറ്റീസ് നോക്കാം. a = 1, b = -6, a = -1, b = 6. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ a × b ചെയ്താൽ -6 ആയിരിക്കും വരിക. പിന്നെ a = 2, b = -3, a = -2, b = 3. ഇതിൻ്റെ അകത്ത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക ഏതൊക്കെ പോസിബിലിറ്റിയാണ്. ആദ്യത്തത് 1 + -6 കിട്ടുമ്പോൾ -5 ആണ്. രണ്ടാമത്തത് -1 + 6 കിട്ടുമ്പോൾ 5 ആണ്. മൂന്നാമത്തത് 2 - 3 -1 ആണ്. നാലാമത്തത് -2 + 3 1 ആണ്. അപ്പോൾ എയും ബിയും മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടുന്നത് ലാസ്റ്റ് പോസിബിലിറ്റിയാണ്. a = -2. അപ്പോൾ x + x² + x - 6 x + a ആയിട്ട് x + -2 × x + 3, അതായത് x - 2 × x + 3 എന്നാണ് എഴുതുക. ഇനി ക്വസ്റ്റ്യനിൽ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് തന്നെ ലിമിറ്റ് x → 2 x² -5x + 6 / x² + x - 6. ഇതാണ് ക്വസ്റ്റ്യൻ. ഞാനതിന് ഫാക്ടറൈസ് ചെയ്തപ്പോൾ ആദ്യത്തെ ന്യൂമറേറ്ററിന് ഫാക്ടറൈസ് ചെയ്തപ്പോൾ വന്ന ആൻസർ x - 2 × x - 3 ആണ്. ഡിനോമിനേറ്ററിന് x - 2 × x + 3 ആണ്. x - 2 x - 2 ക്യാൻസൽ ചെയ്തു. അപ്പോൾ ലിമിറ്റ് x → 2 x - 3 / x + 3 ആണ് ബാക്കിയുള്ളത്. ഇനി എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ x = 2 കൊടുക്കാം. ഇതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്: 2 - 3 / 2 + 3. അപ്പോൾ -1/5.
ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഞാൻ വർക്കൗട്ട് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഈ ഫാക്ടറൈസേഷൻ വഴി ലിമിറ്റ് കാണുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ നോക്കി പഠിക്കണം എല്ലാവരും.